ആ പറഞ്ഞോ കുരുവി. എന്തോ നല്ല കാര്യം, വളരെ നല്ല കാര്യം. എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല, കുറച്ച് സൗണ്ട് കൂട്ടാവോ? പറഞ്ഞ പുള്ളി കേൾക്കും. ഒന്ന് പറയോ പിന്നാലെ നടക്കരുത്. പിന്നെ ഞാൻ ബ്രദറായിട്ടാ കാണാൻ, ഒരു പെങ്ങളെ പോലെ കാണാൻ ഓക്കെ ലൈഫിൽ അങ്ങനെ ഒരു പെങ്ങളെ ഓക്കെ കാണാം. ഓക്കെ. നാരദാ നാരദ, കുരുവി നാരദനെ ഒരു ആങ്ങളെ പോലെയാണ് കാണുന്നത്, ബ്രദറായിട്ട്. അപ്പൊ നാരദൻ ദയവ് ചെയ്ത് ഇനി ഈ കുട്ടിയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നാണ് കുട്ടി പറയണത്. ലൈഫ് ലോങ്ങിൽ ഒരു ബ്രദർ ആയിരിക്കും, ഇനി ദയവ് ചെയ്ത് പുറകെ നടക്കരുതെന്നാണ് കുട്ടി പറയണത്. പിന്നല്ലാതെ അയ്യോ അങ്ങനല്ല, കുട്ടി എന്നോട് പറയാൻ പറഞ്ഞ കാര്യം നാരദനോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ പറയണതല്ല. ഞാൻ പറഞ്ഞ നാരദൻ കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വിടുന്നതല്ലേ നല്ലത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, ഓറ് നിങ്ങളെ കാണുന്ന പോലെ ആങ്ങളെ പോലെ എന്നെ അതുപോലെ ആങ്ങളായിട്ട് കാണും. അല്ലല്ല ആങ്ങളെ പോലെ അല്ലല്ലോ കാണുന്ന കുരുവി, അല്ലല്ലോ അതുപോലെ അതേപോലെ അതെ ബസ്സോട്ടനെ കാണുന്ന പോലെ. കാര്യങ്ങൾ അങ്ങനെയാണ് നാരദ. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടൂല, അതാ. ചിലത് കിട്ടും ചിലത് കിട്ടില്ല, കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുമ്പോ ഏതെങ്കിലും ഒരു എരണം വന്ന് തലയിലും കേറും. പിന്നെ എന്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചതല്ലേ. അടുത്ത മാസം പൂച്ചതല്ലേ, പൂച്ച കടിച്ച്. പൂച്ച അടിച്ചല്ലേ, ഞാൻ ശ്രീമർമ്മ കേട്ടത് അപ്പൊ തന്നെ. എന്തായാലും കുഴപ്പമില്ല നാരദ, നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും. സത്യം, ഇതുപോലത്തെ തൂമക്കണ്ണി എനിക്ക് വേണ്ട. കണ്ടില്ലേ ഈ വായി കൂടുതൽ ബലി ഇടുന്നോളെന്ന് എനിക്ക് വേണ്ട. ഇറങ്ങി പണയ പറയൂ. ഇവിടെ എന്നെ ഒരു മുരിമ വേണ്ട പാസ്വേർഡ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമ്പോ മറ്റേ സൗത്ത് ആഫ്രിക്കൻ ലാംഗ്വേജ് യൂസ് ചെയ്യോ? നാട്ടിനടുത്ത് മൊത്തം എന്നെ തുപ്പി അടക്കേ പണി. പിന്നെ വൈകി നടക്കും ഞാൻ എന്നാ പറയണ്ടേ? ഓരോ മുന്നൊക്കെ പറയണം, എനിക്ക് എന്നോട് മാത്രം പറഞ്ഞ പോലെ. പിരാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ, സത്യം പറഞ്ഞ. നീ എന്നാ പിടിച്ചിരുന്നാടാ, വേറൊന്നും കഴിയില്ല മോളെ. അങ്ങനെ സംഭവം മനസ്സിലായി. ഇവര് തമ്മിൽ എന്തോ ശത്രുത വൈരാഗ്യം ഉണ്ട്, അവരെന്തോ സംസാരിക്കണം. നാട്ടുകാരെ മുന്നിൽ എന്തിനിങ്ങനെ പറഞ്ഞു നടക്കുന്നത്? എനിക്ക് മനസ്സിലായി, എനിക്ക് പിന്നെ മലയാളം അറിഞ്ഞൂടെ എനിക്ക്. കണ്ണൂരൊക്കെ നമ്മളെ എത്ര ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാ, മനസ്സിലായ? ജോഡിന്റെ ഗേൾഫ്രണ്ട് മിയ. കുടുംബത്തിൽ കയറി അപ്പൊ ഇവിടെ എല്ലാവർക്കും ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതൊക്കെ? ഈ സമയത്തൊക്കെ അല്ലേ പാതിരാത്രി അല്ല, അപ്പൊ ആൾക്കാര് വരുന്നേ മനസ്സിലായോ? രാത്രിയാകുമ്പോ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വരുമോ ഇങ്ങനെ? കോച്ചാണിയിൽ ഇപ്പൊ ഒരു വീട് കോച്ചെ ഞാൻ മെഷീനെ കൊണ്ട് തലക്കടിപ്പിക്കും, ഉള്ള ആരും ഞാൻ പറഞ്ഞ കേട്ടാ. ഇത് അല്ല, കോച്ചിന് രണ്ടുപേരും കൂടെ വരാനുണ്ടെന്നാ രാത്രി. അതാര്? അത് മറ്റേ ഇതൊക്കെ കാണാൻ വയ്യ. ലേറ്റ് നൈറ്റ് നമ്മള് കോച്ച് പോയോ? കോച്ച് അണ്ണ ഇങ്ങനെയല്ലേ പറഞ്ഞ മറ്റേ വാറിലെ അസർ എന്ന് പറഞ്ഞത്. ആള് കസറുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. சரி அந்த ரைட் வீடு யாருன்னு தெரியுமா? ലേറ്റ് നൈറ്റ് കുറച്ച് ദിവസം ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. എലി എലി എലി. എടാ സ്നൈപ്പേ ഒന്ന് വന്നേ, സ്നൈപ്പേ. വീട് എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കുക, എനിക്ക് പറ്റിയ ഒരു പെണ്ണുണ്ടോ ഇവിടെ? ഉണ്ടാവണ്ട. അല്ല ഈ കുരുവി നല്ല കുട്ടിയാ, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ മനസ്സിലാവത്തില്ല എന്താന്ന് പറയണെന്ന്. ബഗിട് കകട് അങ്ങനെ എന്തൊക്കെയാണ് സംസാരിക്കണത്. അണ്ണന് മനസ്സിലാവത്തുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുട്ടിയാണ്.
റിലേഷൻഷിപ്പ് ഇല്ലാത്ത എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് ഇവിടെ. ഒന്നെങ്കിൽ തമിഴായിരിക്കും, അല്ലെ മലയാളമായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭാഷയായിരിക്കും. എന്നാൽ അവസ്ഥ കൊണ്ട് മോബിനെ തന്നെ ഉണ്ടല്ലേ, ഒരു കൊച്ചായ കുട്ടീനെയൊക്കെയാണ് ഇപ്പൊ മോബി കിടക്കുന്നത്. ഡെയ്സിക്ക് വേറെ കുട്ടിയുണ്ടല്ലേ? ഓ കൊച്ചുണ്ട്. ആ കൊച്ചി ഇപ്പൊ മോബീനെ അച്ചാന്ന് വിളിക്കണ്, നമ്മളെ വലിയ അച്ചാന്ന് വിളിക്കണ്. പെണ്ണില്ലേലും വേണ്ടിയില്ല, അതൊന്നും എങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല. മനസ്സിലായ ഒരു ഫ്രീ ഒരു കൊച്ചിനെ ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മന്ദാരോണി ഒരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്തതിന് നാളെ ആ കൊച്ചി ഇവനെ അച്ചാന്ന് വിളിക്കണ്. മന്ദാരത്തിനെ അച്ഛാന്ന് സിറ്റിയിലുള്ള പകുതി ആൾക്കാരെ ഒരു അച്ഛാന്ന് വിളിക്കണേ. ആരൊക്കെയാണോ അവൻ പരിചയപ്പെടുത്തണേ? ഈ ടൈമിൽ വരണം, അന്നേരം ഗേൾസിനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് വരണം അല്ലേ? നാളെ തൊട്ടപ്പോ എന്റെ സ്റ്റോറി ലൈവ് ഓൺ കിക്കറ്റ് 1:30 PM. ഈ സമയം തൊട്ടൊരു 4-5 മണി വരെ അണ്ണാ ഇവിടെ കൂത്താട്ടമാണ് ഇവിടെ. നാരദേട്ടനൊരു ഡൗട്ട്. സംശയം അണ്ണാ, പറഞ്ഞോ. നമ്മളെല്ലാരും കുരുവിയെ ഒരു പെങ്ങളായിട്ട് കാണണം. അതെ, നിങ്ങൾ എല്ലാരും ഗുരുവിയെ ഒരു പെങ്ങളായിട്ട് തന്നെ കാണണം. പറയട്ടെ നമ്മള് പെങ്ങളായിട്ട് വേറെ നാരദിന വിഷമം ഒന്നും ചെയ്യരുത്. നിങ്ങൾ എല്ലാരും ഒരു പെങ്ങളെ പോലെ കാണണം ഗുരുവിയെ. ഓക്കെ, അന്നേരം കൂടെ കാണണമെന്നാ നാരദേട്ടൻ പറയുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇത്ര അനിയന്മാരുള്ളപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മോളായിട്ട് കണ്ടോളാം. അതെ 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 അതെ, അതോർത്ത് ഒട്ടും വിഷമിക്കണ്ട. അതെല്ലാം നമ്മളെല്ലാം. ഞാൻ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്ത് സ്റ്റേജിൽ കയറാൻ നിങ്ങളല്ലേ? എന്ത് ആയിക്കോട്ടെ, സൂപ്പർ സൂപ്പർ. മനസ്സിലായില്ല. ഞാൻ ഈ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി റിഹേഴ്സലൊക്കെ എടുത്ത് നിന്ന് അവസാനം സ്റ്റേജിൽ കയറി പാട്ട് പാടുന്ന നിങ്ങള്. അങ്ങനെ അങ്ങനെ പറയാറായിട്ടില്ല, സ്റ്റേജ് കയറാറായിട്ടില്ല. അതാ നീ അധികം ഇതാക്കാൻ പറഞ്ഞു. അല്ല അട്ടന്റെ സന്തോഷം സന്തോഷം. അടുത്ത ആൾക്കാർ വരുന്നു ബാബേ. മറ്റേ ട്രോഫി കണ്ട ടീം വന്നിട്ടുണ്ട്. അയ്യോ വരണം വരണം വരണം, ഞാനിവിടെ ഈ പന്തലല്ലോ ഇടണോ മോബി? ഒരു പ്രശ്നം മടിച്ചു നിക്കല്ലേ, മടിച്ചു നിക്കല്ലേ. ജീവിതം വെറുതെ എടാ മോബിനെ കൊച്ചു നമ്മളെന്തായിരിക്കും വിളിക്കണേ? വല്യച്ഛന്മാരെ വെല്ലിച്ചാതകട എന്നെ വിളിച്ച അവന്റെ കറ അടിച്ചാ പൊട്ടിക്കുമല്ലോ. പെരിയപ്പ വല്യച്ഛൻ പാച്ചപ്പ് എലി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിലും ഭേദം നേരെ ഈ കുളത്തിലോട്ട് ചാടി ഇങ്ങനെയൊക്കെ ചാവുന്നതാ. പൊങ്ങരുത്. ഇല്ല ഞാൻ വരുന്നത് ഇല്ല ഞാൻ വരുന്നത്. അല്ല അതിലൊക്കെ ഭേദം ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ ഓപ്ഷനിലും ഭേദം ഇതാണ്. നേരെ വെള്ളത്തിൽ തല മുക്കി ഇങ്ങനെ പുഴുത്തിയിട്ട് തല മണ്ണിനകത്ത് പുഴുത്തിയിരിക്കണം. 2 കാല് മാത്രം മേലോട്ട് പൊങ്ങിയിരുന്നു അവിടെ ഇരുന്ന് മരിക്കുക. അതിലും ഭേദം അതാണ്. വെട്ടി പോകുന്നത് വെട്ടിക്കൊണ്ടേയല്ലോ. എന്തൊക്കെ നമ്പർ തരാ ഗുരുവി. 3333. ഇതുവരെ കേട്ടോ നാരദേട്ടൻ നമ്പർ പോലും ചോദിച്ചിട്ടില്ല. ഗുരുവിക്ക് നമ്പർ ചെയ്ത് തരാം. ഭാരതത്തിലോട്ട് നമ്പർ സ്റ്റേജിന്റെ ഒരു സ്റ്റെപ്പ് പിന്നെ സിറ്റിയിൽ ആരുമില്ല. ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാ? പുതിയൊരു പെങ്കൊച്ച് നേരെ വൈറ്റ് ലിസ്റ്റ് എടുത്ത്. അല്ല നാരദ ഇങ്ങോട്ട് ഞാൻ സംശയം കൊണ്ട് ചോദിക്കാം. ഒന്ന് വരുവാടാ, നിങ്ങളൊന്ന് വരുവാടാ. എടാ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ്? അതായത് ഒരു പെണ്ണ് വൈറ്റ് ലിസ്റ്റ് എടുത്ത് ഈ സിറ്റിയിലോട്ട് വന്നാൽ അന്ന് തന്നെ കമ്മിറ്റഡ് ആവോ? അന്ന് അല്ല ലീലയിൽ ആൾക്കാരായിട്ട് കമ്മിറ്റഡ് ആവും. ഇല്ല അണ്ണ ആദ്യം പ്രപ്പോസ് ചെയ്യുന്ന തമ്പിയേട്ടനല്ലേ? കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് അവരോട് പ്രപ്പോസ് ചെയ്യുന്നേ അണ്ണാ. ഞാൻ പറയുന്നില്ല, നിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞടാ. എനിക്ക് ലോട്ടറി അടിച്ചോണ്ട് പോയാനല്ലടാ നീ. അണ്ണ ഉള്ള സത്യം പറയാല്ല, 50 വട്ടം ഡെയ്സിനെ മന്ദാരം പ്രപ്പോസ് ചെയ്തു, 50 വട്ടം റിജക്ട് ചെയ്തു. മോബി ആയി 1 വട്ടം. ഞാനില്ലാണ്ട് ഞാൻ പോവാണ്ട. എല്ലാരും എന്നെ കളിയാക്കുന്നതാണ്. ഈ ബോബിയാണെങ്കിൽ എവിടെ പോകുമ്പോ ഡേയ്സിനെ കൂട്ടിട്ട് വരും. ഒരു മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കിക്കൂടാ. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വിഷമിക്കുന്നിടത്ത് നീ ഇങ്ങനെ കപ്പിളായിട്ട് വരലടാ ബോബി. അത് അവന് മാത്രമല്ല എനിക്കും അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസ് എല്ലാരും മാറിക്കോ പ്ലീസ്. ഞാൻ എന്ത് ഗതികേട് ചെയ്തു. വിഷമിക്കണ എന്റെ കൂടെ കരയിക്കല്ലേ നീ?
എല്ലാരും കൂടെ എന്നെ കളിയാക്കുന്നുണ്ടോ ഈ സിമന്നവരും നിന്നവരും പോന്നവരൊക്കെ എന്നെ കളിയാക്കിട്ട് പോന്നെ. കരല്ലേ കരല്ലേ. മന്ദാരം നിനക്ക് എവിടെയെങ്കിലും ഉണ്ടാവൂടാ. ജൂഡ് ആ കോച്ച് ഞാനും ഇതുപോലെ ഒരു ദിവസം പൊട്ടിത്തിറങ്ങി. പവർ ബാങ്കാ ഞാൻ കരയുമ്പോ അവള് മൂക്കട്ട പോലും തുറക്കാൻ വന്നിട്ടില്ല, ഇപ്പം വന്നേക്കുന്നു. തന്താരിമല്ലാണ്ട് പിന്നെ ഞങ്ങള് വരുമ്പോ എന്നോട് സംസാരിക്കാൻ ഞാൻ ഇല്ലേ, മിണ്ടാണ്ട് പെങ്ങളെ. തന്തനോ കാര്യം നോക്കിയാൽ മതി. ഞാൻ പോട്ടെ. തന്തേ 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 എന്നാ അല്ല നിനക്ക് ഋജുവിലേടാ. അല്ലേ പറയടാ. നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനം ഏത് കാര്യത്തില്? മുള്ളംകല്ലി കാണും. അതായത് പണ്ട് ഇവിടെ താരാന്ന് പറഞ്ഞ പെണ്ണ് ഓളെ ഞാൻ സെറ്റാക്കി എല്ലാം വന്നപ്പോ അത് രായണ്ണം കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ നമ്മൾ മീയനെ കണ്ടപ്പോ ഈ മീയ ഇതിനെ കണ്ട് സെറ്റാകാൻ നിന്നപ്പോ അത് ചൂട് കൊണ്ടുപോയി. എല്ലാം പോട്ട് എന്നിട്ട് കെല്ലിനെ കണ്ടിട്ട് ഞാൻ എന്തൊക്കെ ജുഗ്രുവിന്റെ അടുത്ത് സംസാരിക്കാൻ ഏൽപ്പിച്ച് ആ തൂമക്കണ്ണ 2 മണിക്കൂർ സംസാരിച്ചിട്ട് ഓൻ സെറ്റാക്കി. ഞാൻ എന്റെ അവസ്ഥ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാ? ഈ കണ്ട എല്ലാ പിള്ളേരും നീ എന്റെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് ഇവനായിട്ട് സെറ്റായി, ഈ ദേശീയ എന്റെ കൂടെ നടന്ന് ഈ മോബിയായിട്ട് സെറ്റായി. ഇത് രണ്ട് ഇത് ഇനി ഇവരുടെ കല്യാണത്തിന് പന്തലിടുന്ന തൊട്ട് അവസാനം വേസ്റ്റ് കുഴി ഒഴിച്ച് ഇല ഇടുന്നത് വരെ ഞാൻ ചെയ്യണേ. അതാണ് ചോക്കിട്ട് നിങ്ങൾ ഇരിക്കല്ലടാ മാറി. അതാലോചിക്കണ്ട, ആരും അതാലോചിക്കണ്ട. ലൈഫ് അൺഫെയർ ആണ് മന്ദാരം, ലൈഫ് അൺഫെയർ ആണ് മന്ദാരം. നീ വിഷമിക്കിട്ടിടയിൽ ഇവര് കറങ്ങാൻ പോകുമ്പോ അതിന്റെ ഒരു കൊച്ചുണ്ട്, അതിന്റെ അപ്പീളം വരെ ഞാൻ കൊണ്ടുപോകണം. That's life, മന്ദാരം. That's life. സൂര്യകിരണത്തിനകത്ത് ഉണ്ടായ കുട്ടി പോലും ഇതുപോലെ ഞാനും ഒരു ദിവസം പൊട്ടിത്തെറിക്കാൻ ഏൽപ്പിച്ച ചന്തി അടിക്കാൻ. പിന്നെ ഇപ്പൊ ആ കൊച്ചിന് ഞാനാ നോക്കുന്നത്, എന്തിനു ചെയ്യാനാണ്? പ്രസവം എടുത്ത പോലെ ഇപ്പഴാ നോക്കുന്നത്. കൊലച്ചിരിക്കാളെ കൊണ്ടേ ഒരാള് വിഷമം പറയുമ്പോ ഡൂഡിന്റെ ഫസ്റ്റ് പാർട്ട് മന്ദാരം. മോബിന്റെ സന്തോഷം കണ്ട വാ, ഇത് ശ്വാസം വിട്ടു. ഈ ഡേസി ഇഷ്ടമായിരുന്നു മന്ദാരത്തിന്. അണ്ണാ, ഈ ഡേറ്റികളാണ് ഞാൻ പറഞ്ഞത് 50 പ്രാവശ്യം ഇവളെ എന്നെ തുപ്പി വിട്ടു. എന്റെ ഫോൺ ചുരുക്കി പറഞ്ഞ നീ ഒരു പ്രേമരോഗിയാ, നിനക്ക് എല്ലാരും ഇഷ്ടമാ. അണ്ണാ അങ്ങനെ എല്ലാരും ഒന്നും അല്ല അണ്ണാ. അണ്ണാ ഞാൻ ബ്രേക്കപ്പ് ചെയ്ത എന്റെ കൊച്ചിനെ പോയി പ്രപ്പോസ് ചെയ്തിരിക്കണേ. ക്ലാസ് വണ്ടി. ഇപ്പൊ നീയും കൂടി ഉണ്ടായിരുന്നോ അളിയാ? ഈ മൂവി ആ കൊച്ചായിട്ട് സെറ്റാക്കാൻ നോക്കിയപ്പോ ഞാനാ പറഞ്ഞത് അത് സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ടാ, എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് നീ എന്നെ അങ്ങ് ഇതാക്കിയല്ലടാ നീ. ആയിക്കോട്ടെടാ. അല്ല ഡേസി, ഞാനൊരു പേഴ്സണലാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മന്ദാരത്തിനെ റിജക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒരു റീസൺ എന്റെ സിസ്റ്റർ മന്ദാരത്തിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അപ്പൊ സത്യങ്ങളെല്ലാം പറഞ്ഞോ? ആ ആദ്യത്തെ ചേച്ചി മന്ദാരം ആ കുട്ടീനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആ കുട്ടീനെ പറഞ്ഞു. ചേച്ചി, അനിയത്തി, ആരെയൊക്കെ വേണോ നിനക്ക്? അണ്ണ എന്താന്ന് പറ അണ്ണ, അതും കൂടെ ചോദിക്ക. എന്താന്ന് ആ പെണ്ണില്ല അണ്ണ എന്നോട് പറഞ്ഞു ഡോക്ടറാന്ന് ഈ സെറിയ. ഹലോ. എന്നിട്ട് ഡോക്ടറാന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം നമ്മ അണ്ടി ഫാക്ടറി ഇല്ല, നമ്മളെ അണ്ടി ഫാക്ടറി അവിടെ പോയപ്പോ ഇവിടെ അവിടെ ഇരുന്ന് അണ്ടി തല്ലുന്നുണ്ട് ഈ ഡോക്ടർ. വിശ്വാസം എന്തിനല്ലേ ചെയ്തത്? അതല്ല പോട്ടെ, ഡോക്ടറാന്ന് പറഞ്ഞ നമ്മളതിനെ പറ്റിച്ചെന്തിനായിരുന്നു? പക്ഷെ ഡോക്ടർ ആയിരുന്നല്ലോ. പണി ഏതായാലും ഉണ്ട്. പണി ഏതായാലും പെണ്ണുണ്ടായിരുന്നല്ലോ. ആ ഇതിനൊക്കെ ആ കാരണത്തിൽ നീ ഡിവോഴ്സ് ചെയ്തല്ലേ അവളെ? അല്ലണ്ണ അത്ര വിഷമല്ല, അത് അമ്പത്തൂരിന്റെ കൂടെ ഇരുന്ന് അണ്ടി തല്ലിയതാണ് അവന് വിഷമമായത്. ഹലോ ആർക്കാ കണ്ട? അല്ല നീ കൂടുതൽ ഇളക്കണ്ട, നിന്റെ ഗേൾഫ്രണ്ട് അവിടെ ഇരുന്ന് അണ്ടി തന്നിട്ടല്ലേ നീ ഓട് ബ്രേക്കപ്പ് ആയത്? ഓ അടലോടെ അണ്ണ ഇവന്റെ ഗേൾഫ്രണ്ട് അവളുടെ ഇവിടെ അണ്ടി തല്ലേ ബ്രേക്കപ്പ് ആയി. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെയൊക്കെ ബ്രേക്കപ്പ് റീസൺസ്? എനിക്കൊക്കെ എന്റെയൊക്കെ ബ്രേക്കപ്പ് സ്റ്റോറി ഒക്കെ കേട്ടാ നിങ്ങൾക്ക് അപ്പൊ വിഷമം വരും. ഒന്ന് പറയണ്ടേ? എടാ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? എന്റെ സൂസനെ പറ്റി അറിയോ നിങ്ങൾക്കൊക്കെ? നിങ്ങളുടെ എടാ സൂസനും ഞാനും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്ത റീസൺസ് ഒക്കെ കേട്ടാ നിങ്ങൾക്ക് തന്നെ വിഷമം വരും. ഇതൊക്കെയാണോ റീസൺ എന്ന് ചോദിക്കും. റീസൺ ഒരു ഓക്കെ, ലാസ്റ്റ് കാരണം ഞാൻ ഇവിടെ കാര്യം പറഞ്ഞുതരാം.
ആ ഈ കൂട്ടിന്റെ ഉള്ളിൽ കയറാ അല്ല ഇവിടെ ഇരിക്കാം, ഇവിടെ തറ ഇരിക്കാം, തറ ഇരിക്കാം, തറ ഇരിക്കാം. ആ താറായിരിക്കാം താറായിരിക്കാം. എനിക്ക് ആരെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ? BGM ആണോ? സെറ്റ്. ആ എന്നാ നീട്ട് നീട്ട്. അണ്ണാ ഇരിക്കാം അണ്ണാ, അണ്ണാ ഇരിക്കാം. അണ്ണാ ഇരിക്കണ്ണ ഇരിക്കണ്ണ. പോയി 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 കഥ കേൾക്കാം. കഥ കേൾക്കാം. അയ്യേ. ഒരു പോപ്കോൺ ഒക്കെ എടുത്തിരുന്നു കുറച്ചു നേരം സംസാരിക്കാം. ഇവിടത്തെ ഒരു ചെലന്തി കഥ പറയാം. ഇന്നത്തെ ഗോഡ് ഓഫ് വാർ RP കൊണ്ടുപോയേ. കഥ കേൾക്കാം. ചുട്ടുപടി ഇങ്ങോട്ട് സ്പൈഡർ പെരുസാണെന്ന് അതെന്ത് അതെന്ത് സാധനം എടാ, ഇതെന്ത്? എടാ, ഇട്ടുകാലി. അതെന്ത് സാധനം എന്റെ ആളാ ഒന്നില്ലേ ഹെൽത്ത് പോകുന്നത് അതിന്റെ ഇടയിൽ കൂടെ എടാ ഇതല്ല ഇതല്ല വേറൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതാ. അടങ്ങിയിരിയടാ. ഇങ്ങനത്തെ അല്ലേ അപ്പുകുട്ട കോച്ച് ഇപ്പൊ ഇങ്ങനെ സ്റ്റോറിക്ക് അനുസരിച്ച് പാട്ട് മാറി മാറി വരണേ. ആ ഇതെന്ത് ഞാൻ കുറച്ചൊരു ഫേസ് ക്യാം ഓഫ് ചെയ്യട്ടെ, അന്നേരം നിങ്ങൾക്ക് RPയുടെ ഒരു ഫീൽ കിട്ടും. അത് വന്നിട്ട് കടവിൽ ആ അപ്പുകുട്ട തുടങ്ങാമേ. എടാ അടങ്ങിയില്ലടാ, അത് ഇടല്ലേടാ. കോച്ച് മതി മതി. സൗണ്ട് ഇല്ല, സൗണ്ട് കുറവാ, കുറച്ച് സൗണ്ട് വെക്കുവോ? സ്റ്റുപ്പിഡ് കടവിൽ പണിട്ട് ഇருக்கு. എനിക്കേ കൂട്. അല്ല ഇതിപ്പോ ആരെ വിട്ടേന്ന് ഓർമ്മ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് മനസ്സിലാവില്ല. അണ്ണാ കഥ പറയണ. കഥ പറ. സിറ്റിയില് ആ പാട്ടിന്റെ സൗണ്ട് വെച്ചു. കുറച്ച് സൗണ്ട് കുറച്ചോടാ. ആ correct. ആ മൂവി ജൂഡിന്റെ അടുത്ത് ഇരിക്കും. ഓക്കെ പറയാം. ആ. നിങ്ങളൊക്കെ ഇപ്പൊ സിറ്റിയില് ഇതുപോലെ ലൈൻ അടിച്ച് നടക്കുന്നത് പോലെ എനിക്കും ഇങ്ങനൊക്കെ നടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമെന്ന് ഞാനിങ്ങനെ കുറെ നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി അങ്ങനെ എൻ്റെ ഒരു വൈബിന് സെറ്റാകുന്ന ഒരാളെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോഴാണ് ഞാൻ സൂസനെ കാണുന്നത്. സൂസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ പോലും പറ്റൂല. സൂസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ പറയത്തില്ലേ ഇന്ന ആളെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ ഒരാൾ എന്ന് പറഞ്ഞാൽ സൂസനെ പോലെ ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ അതിന് പോസിബിൾ അല്ല. മനസ്സിലായേ? നമ്മളിപ്പോൾ പറയാം, ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒറ്റ സംഭവിക്കുള്ളൂ എന്ന് പറയത്തില്ലേ, അത് സൂസന്റെ കാര്യത്തിലായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായില്ല. ഞങ്ങള് ഇങ്ങനെ പ്രേമിച്ച് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഓൾറെഡി TV-യുടെ കാര്യങ്ങളൊക്കെ അന്ന് തൊട്ട് നോക്കുന്നതാണല്ലോ. അപ്പൊ TV-യുടെ ലീഡറാണ് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ എന്താ ഗ്യാങ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന സമയമാണേ. അപ്പോഴാണ് ഈ സൂസനെ എനിക്കെപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് മാത്രം വാല്യൂ ചെയ്താൽ പോരല്ലോ, അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ സർക്കിളും ബാക്കിയെല്ലാം നമ്മൾ വാല്യൂ ചെയ്യണമല്ലോ. സൂസന്റെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ആ സമയത്തൊരു ഗ്യാങ് തുടങ്ങി. അപ്പോൾ സൂസനെ ഗ്യാങ്ങിൽ കയറിയേ പറ്റുള്ളൂ. വെച്ചാൽ കാരണം അവരുടെ എപ്പോഴും എൻ്റെ കൂടെ ആ സമയത്ത് എൻ്റെ കൂടെ ഫുൾ ടൈം നടക്കാനും ഇതാക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ സൂസൻ്റെ കാര്യങ്ങളോടെ ഇത് ചെയ്തുള്ളതുകൊണ്ട് ഞാനത് റെസ്പെക്ട് ചെയ്ത് സൂസനെടുത്ത് ഗ്യാങ്ങിൽ കയറിക്കുള്ള സീനൊന്നും ഇല്ല. ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ആരാന്നറിയോ? നമ്മുടെ അമ്പുവണ്ണനൊക്കെയാണ്. അമ്പുവണ്ണനൊക്കെയാണ് ഓപ്പോസിറ്റ് ഗ്യാങ്ങില്. MC മദർച്ചൂതല്ല, മെക്സിക്കൻ കാർട്ടൽസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ എടാ സൗണ്ട് കുറച്ച് നോക്കണം, എനിക്ക് ഒട്ടും കേൾക്കണില്ല. കോച്ചിനെ തപ്പി കുട്ടി എത്തിയല്ലോ. കുട്ടി എത്തി കേട്ടോ കൊച്ചിന്. ബാക്കി പറ. ഞാൻ അങ്ങോട്ട് വന്നിരിക്കാം. അപ്പോഴാണ് ഞങ്ങള് അവള് MC-ല് കേറണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഞാൻ നോക്കിയപ്പോ നമ്മളൊന്നും ഇത് ചെയ്യണ ശരിയല്ലല്ലോ, അതായത് കൺട്രോൾ ചെയ്യുക അതൊന്നും ശരിയല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ എന്തായാലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സൂസ് അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം.
എവിടെ വെച്ച എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങള് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ഒക്കെ ആവുമെങ്കിലും ഞങ്ങൾ മാക്സിമം ഒതുക്കി ഞങ്ങളെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾ വന്നിരിക്കുന്ന പോലെ പുറത്തൊക്കെ പോകുമായിരുന്നു. ഞങ്ങൾക്ക് കുറെ നല്ല കിടില മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങള് സത്യം പറഞ്ഞ സൂസനെ കൊണ്ട് പോവാത്ത ഒരു സ്ഥലമില്ല ഈ സിറ്റിയിൽ. ഞങ്ങൾ അത്രയ്ക്കും ഭയങ്കര ക്ലോസ് ആയി ഡെയിലി കാണും. അതിൽ 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ് എപ്പോഴും സൂസൻ ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ. നിങ്ങളിപ്പോൾ രാത്രിയിലേക്ക് ഒരുമിച്ച് ഇങ്ങനെ നടക്കണൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളില് പരിന്തോസത്തിൻ്റെ ഒരു മുരട് സ്വഭാവം ഉണ്ടെങ്കിലും ഈ പറയണത് പോലെ എൻ്റെ ഉള്ളിൽ കിടക്കണ ആ ഒരു സാധനം എനിക്കിങ്ങനെ ഡീപ്പായിട്ട് ഹിറ്റ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ ചുമ്മാ തമാശയൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണതാ. സൂസനെ പോലെ ഒരാളെ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും 2 ഗ്യാങ്ങിലായി പോയത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അതായത് പലവട്ടം സൂസനെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിട്ട് MC-യുടെ ഗ്യാങ് ഹൗസിൽ പോകേണ്ട അവസ്ഥ വന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സോ മാസോ അടിക്കുക, നമ്മളിപ്പോൾ ഗ്യാങ്ങായിട്ടൊക്കെ അടിയുണ്ടാകുന്ന സമയത്ത് വല്ല മെസ്സോ മാസോ വല്ലതും അടിക്കുവാണെങ്കിൽ അത് മിണ്ടാതിരുന്ന് കേൾക്കേണ്ട അവസ്ഥ പലവട്ടം അവക്ക് വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ ആൾക്കാരിരുന്ന് പറയുമ്പം സൂസൻ്റെയും എൻ്റെയും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ 2 ഗ്യാങ്ങിൽ തമ്മിലുള്ള അടിയിൽ ഇങ്ങനെ റീസെൻ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു. അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഞാൻ എപ്പോഴും തമാശയ്ക്കാണെങ്കിലും നിങ്ങളുടെ അടുത്തൊക്കെ പറയാറുണ്ട് എനിക്ക് ഗ്യാങ്ങാണ് അൾട്ടിമേറ്റ് എന്നുള്ളത്. അതിങ്ങനെ തമാശയ്ക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, എനിക്ക് അത് തന്നെയാണ് അൾട്ടിമേറ്റ്. അതിനി ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും TV-ക്ക് മുകളിൽ എനിക്ക് വേറൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാധനം എനിക്ക് അന്ന് തൊട്ടേ മനസ്സിൽ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിനപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന TV-യിലേക്കൊക്കെ ചിലപ്പോൾ അന്ന് എത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സൂസനെ വിട്ട് കളയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് TV എത്തിച്ചു വെക്കേണ്ട ഒരു ലെവലിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. ആ ദൂരത്തിലോട്ട് വരാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടുകയും വേണമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പ്രേമം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല എനിക്ക്. പക്ഷെ എനിക്കറിയാം ഞാൻ അവിടെ എൻ്റെ സാർത്ഥകമായിട്ടുള്ള എൻ്റെ ഗ്യാങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തപ്പോൾ ഒരു കൊച്ചിന് എന്നോടുള്ള ട്രസ്റ്റ് അടക്കം ആണ് അവിടെ പോയതെന്ന് ഞാൻ പിന്നീട് സക്സസ്ഫുൾ ആയതിനു ശേഷം ആലോചിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ ആയിരിക്കും ഞാൻ ഇരുന്ന് മാസടിക്കുന്നത്. ഈ മാസടിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവൾക്ക് എന്നോടത് പറയണമെന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്ന്. പക്ഷേ എനിക്കത് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരിക്കലും വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ ഇരുന്ന് മാസടിക്കുന്നത് പലവട്ടം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെൻറ്റിലേക്ക് എത്തി തുടങ്ങി കാര്യങ്ങളൊക്കെ. ആ ടൈമിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഈ റിലേഷൻഷിപ്പ് നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിൽ ഒന്നാമത് അവസാനമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം എനിക്ക് പറഞ്ഞില്ല, ഈ ഗ്യാങ്ങിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പം ഞാനില്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളില്ലെങ്കിലും ഇവിടെ നോക്കി നടത്താനും നോക്കി കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. സൂസൻ എനിക്കൊരു നല്ലൊരു കാറ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുവ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിറ്റിയിലെ ഒരു ഫേവറേറ്റ് കാറായിരുന്നു. ഞാൻ എവിടെ പോയാലും ഞാൻ എടുക്കുന്നത് അതായിരുന്നു. അവസാനം എനിക്കിത് കൈ നിൽക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സൂസനെ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സൂസൻ്റെ അടുത്ത് പറഞ്ഞു, സൂസ എനിക്ക് എൻ്റെ ഗ്യാങ്ങാണ് വലുത്, ഇതിപ്പോൾ മൾട്ടിപ്പിൾ ടൈംസായി, നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോണ്ടിരിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കുന്നു. നിൻ്റെ ഗ്യാങ്ങിലുള്ളവർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, എൻ്റെ ഗ്യാങ്ങിലുള്ളവർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ വെച്ചങ്ങ് നിർത്തി. ഇപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഇപ്പോഴും നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം
എന്നോട് അവസാനമായിട്ട് സൂസൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എൻ്റെ അത്രയും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഒരിക്കലും അവൾ എൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു മറുപടിയും തീരുമാനവും ആയിരുന്നില്ല എന്ന് എന്നോട് സൂസൻ പറഞ്ഞായിരുന്നു. അത് ആ സമയത്ത് ഞാൻ അതിനെപ്പറ്റി വലിയ ആലോചിച്ചിരുന്നിട്ടില്ല. പക്ഷെ നിങ്ങളെയൊക്കെ ഇപ്പം കാണുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് അത് മനസ്സിൽ വരാറുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നേനെ. എൻ്റെ അടുത്ത് ചാട്ടമാ. ഞാൻ ഒരിക്കലും സൂസനെ കുറ്റം പറയില്ല. സൂസൻ ഇപ്പോൾ സിറ്റിയിലോട്ട് വരാറില്ല, ഇങ്ങോട്ടൊന്നും വരാറില്ല. സൂസൻ വേറൊരു நடுவுல வந்து എനിക്കറിയാം അത് അങ്ങനെയല്ല. സൂസൻ അങ്ങനെ വരാറില്ല മൊത്തത്തിൽ. ഇടയ്ക്കൊക്കെ വന്ന് കണ്ടിട്ട് പോണതേ ഉള്ളൂ. സൂസൻ ഇപ്പോൾ മലേഷ്യയിലാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേര് ഇല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കപ്പിൾസ് ആയിട്ടുള്ളവർ ആലോചിച്ചും കണ്ടും ഒക്കെ ഡിസിഷൻ എടുക്കുക. ഇതുപോലെ പിന്നീട് ഓർത്ത് റിഗ്രറ്റ് ചെയ്യരുത്. തിരിച്ചും കളിച്ചും നടക്കുന്ന സമയം മാത്രമല്ല, നാളെ ഒരുമിച്ച് കുറച്ച് വിഷമങ്ങൾ ഫേസ് ചെയ്യേണ്ട സമയം വരും. അന്നേരം ഇപ്പൊ സന്തോഷത്തിലുള്ള കോർഡിനേഷൻ ആ വിഷമത്തിലും ഉണ്ടാവണം. well said. നമുക്ക് ആ പേടിയില്ല. കോർഡിനേറ്റ് ആളില്ല. ஒண்ணு போயிடுச்சு, ஒன் டவுன். വരുവണ്ണ ഒരു നാള് വരുവണ്ണ ആള്. സൂസനിന് വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലടാ. സൂസനെ പോലെ ഒരാളെ ഞാൻ തെരഞ്ഞു നടക്കൂല. അങ്ങനെ ഒരാളെ കിട്ടൂല. திருச்சி வந்தாலும் அப்ப തിരിച്ചു വന്ന അപ്പൊ കെട്ടി വീട്ടിൽ കൊണ്ടുപോയില്ലേ കോച്ച്? പിന്നെ അല്ലേ അത്രേ ഉള്ളൂടാ, അത്രേ ഉള്ളൂ. നമ്മ யார் வந்தாலும் பாத்து പിന്നല്ലാതെ സൂസനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോന്ന് அதனாலதான்டா இவ்ளோ பேச. ഇത്ര ഞാൻ സംസാരിച്ചത് സൂസനെ മിസ് ചെയ്യാത്തതാണോടാ? ഐ മീൻ ഇപ്പൊ ഈ ഇരിക്കുന്ന ടൈമില് பாத்து உட்காரு. ഉറപ്പായിട്ടും സൂസനെ മിസ് ചെയ്യുന്നുണ്ട്. സൂസന് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, സൂസന്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് അറിയാമോ? സൂസൻ ഇങ്ങനെ എപ്പോഴും വന്ന് ഐ ലവ് യു ഒന്നും പറഞ്ഞ് മറ്റേ ഇങ്ങനെ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നല്ലേ ഞങ്ങള്. ക്രിഞ്ചിന്റെ അല്ലടാ ഞാൻ പറയണേ, ക്രിഞ്ചിന്റെ അല്ല ഞാൻ പറയണേ. എനിക്ക് ഭയങ്കര, അതായത് ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവള് കംപ്ലീറ്റ്ലി ഇതിന്റെ 7 അയലത്ത് വരുവോ ഇതാക്കുവോ ഒന്നും ചെയ്യൂല. മനസ്സിലായോ? ആൾക്കറിയാം കുറെ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തോണ്ടാണ് സൂസൻ അത്ര ഹേർട്ട് ആയതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. അതാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ സൂസനും അങ്ങനത്തെ ഒരു ടൈം പാസ് രീതിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ കുഞ്ഞു കളിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരുന്നതാണ് ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരെ. അതായത് ഞങ്ങൾ എൻ്റെ ചെയ്യുന്ന സമയത്ത് ഞാൻ മലയിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചു. ആ സമയത്താണ് സൂസൻ ആദ്യമായിട്ട് എൻ്റെ അടുത്തുനിന്ന് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്നത്. ഓട്ടെ എല്ലാം ശരിയാവും, ഒരിക്കലും എല്ലാം സെറ്റാവും. എല്ലാവർക്കും ശരിയാവും. கேட்டா மாபி സേഫ് ആവല്ലേ? ഞാൻ എണീറ്റിട്ട് ഇരുന്നാ വാസുണ്ണ പറടാ. ഈ പ്രണയത്തെ ബ്യൂട്ടിഫുൾ ആക്കണ എന്താ എന്ന് പറയാമോ? നിങ്ങളെ ആ എക്സ്പീരിയൻസ്. നീ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഭയങ്കര ക്രിഞ്ച് ക്വസ്റ്റ്യൻ ആയി പോകും. അല്ലല്ല, ക്രിഞ്ച് ആയിട്ടല്ല, നിങ്ങളെ എക്സ്പീരിയൻസ് ഒരു ഏറ്റവും കൂടുതൽ പ്രണയത്തെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാ? ബാക്കിയുള്ളവർ കേൾക്കുമ്പോ അതൊരു ക്രിഞ്ചായി. അതെ അതെ അതെ, നമ്മുടെ പേഴ്സണൽ മൂവ്മെന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് വേറൊരാൾ കാണുമ്പോൾ ക്രിഞ്ചായിരിക്കടാ. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് ഈ ക്രിഞ്ചിനും, മനസ്സിലായ? ഇപ്പൊ ഉറപ്പായിട്ടും നമ്മൾ പിന്നെ വേറൊരു ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ ഭംഗിയാവുന്ന എപ്പോഴാണെന്നറിയാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് ഒരാളെ കമ്പയർ ചെയ്യാതിരിക്കുമ്പോഴാണ്
അതായത് ഇപ്പോൾ ഇവനെ കണ്ടോ അവനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യില്ലേ, ആ കമ്പാരിസൺ നമ്മുടെ ഇടയ്ക്ക് വന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഇടലം കാര്യം. സത്യം പറഞ്ഞാൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര. പിന്നെ നമ്മൾ ഈ വെളിയിലുള്ള ആൾക്കാരെയൊക്കെ കാണത്തില്ലേ, ഓരോന്ന് കാണുമ്പോൾ പറയുമല്ലേ, അതായത് ഓ അവരെന്ത് അടിപൊളിയാ, അവരുടെ വീഡിയോസൊക്കെ എന്ത് അടിപൊളിയാ, അവരെ കാണുമ്പോൾ എന്ത് അടിപൊളിയാ. അവരൊക്കെ അവരുടെ സന്തോഷം മാത്രമേ കാണിക്കുകയുള്ളൂ, വിഷമവും ദേഷ്യവും അവരുടെ ഇടയ്ക്കുള്ള വഴക്കൊന്നും കാണിക്കത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ വഴക്കൊക്കെ എന്ന്. മനസ്സിലായ? അത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും എല്ലാവരുടെ സന്തോഷം മാത്രമേ പുറത്ത് കാണിക്കുകയുള്ളൂ. ഈ ഇഷ്യൂസും പ്രശ്നമൊക്കെ പുറത്ത് കാണിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. സത്യം. അതെ. എന്റെ കഥ കേട്ടുന്ന ഇവിടെ 3 പേര് ബ്രേക്കപ്പ് ആയിരുന്നു തോന്നുന്നു. കോച്ചിന് ഇപ്പൊ അപ്പുക്കുട്ടനൊരു നഷ്ടപ്രണയമില്ലേ? അപ്പുക്കുട്ടനൊരു നഷ്ടപ്രണയമില്ലേ? ഓ എനിക്ക് ആകെ നഷ്ടങ്ങൾ മാത്രമേ പറ അപ്പുക്കുട്ട കേക്കട്ടെ. എന്റെ നഷ്ടപ്രണയം ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. അപ്പുക്കുട്ട ഇത് തകർക്കും കേട്ടാ. എന്റെ പ്രണയം ഞാനും തട്ടത്തിമറയത്തും കണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അന്ന് ഈ ഫോണില്ല. ഫോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ചെറുപ്പാ. അപ്പൊ നമ്മളെ കയ്യിൽ ഫോണൊന്നില്ല. ഫോണൊന്നും ഇല്ലാണ്ട് നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു കൊച്ചിനോടല്ല, എന്റെ കുറച്ചുപേര് എന്നെ മോട്ടറാക്കിയിട്ട് ഞാനൊരു കൊച്ചിനോട് അറിയാണ്ട് ഇഷ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ഞാൻ ആ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോഴാണ് ഇവള് എന്റെ ലൈഫിലോട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് പോലെ ഇങ്ങനെ കേറി കിടന്നു വരുന്നത്. അവള് അങ്ങനെ കിടന്നു വന്നിട്ട് നമ്മള് നോർമലി ഇങ്ങനെ കമ്പനി ആയിട്ട് വന്നു. അപ്പൊ കമ്പനി ആയിട്ട് വന്ന സമയത്ത് ഇഷ്ടം തുറന്നു പറയണമല്ലോ. പക്ഷെ എനിക്ക് ക്രഷ് അടിച്ച്, അവൾക്ക് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മളിങ്ങനെ ക്ലാസ് റൂമൊക്കെ നോക്കുന്ന സമയത്ത്, ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നോക്കുന്ന സമയത്ത് അവളിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അവൾക്ക് എന്തോന്നുള്ള രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തോന്നി വന്നു. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ക്രഷായി. ഞാന് അങ്ങനെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറെ നടന്നു. അപ്പൊ ഞാൻ കുറച്ച് ഇൻവെർട്ടറാണ് ഞാൻ. പക്ഷെ സ്റ്റേം ഭാഷ തുറന്നു പറഞ്ഞാലേ അവർക്കും കൂടി അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇൻവെർട്ടർ ആയതുകൊണ്ട് ഞാൻ ഒരു വഴി നോക്കി നടക്കുന്ന സമയത്ത് ഇവൾ എന്റെ ഒരു ബുക്ക് ചോദിച്ചു. എന്റെ ഒരു ബുക്ക് കടം ചോദിച്ചു. എന്നിട്ട് ഇവള് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ ബുക്ക് എനിക്ക് തന്നു. ബുക്ക് തന്നുമ്പോ അതിന്റെ ബാക്കില് മറ്റേ ഒരു ചിത്രം, ചെറിയൊരു ചിത്രം, ജസ്റ്റ് ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗേൾസ് ഒക്കെ ടൈപ്പ് വരയ്ക്കുന്ന ഒരു ചിത്രം പോലത്തെ ഒരു ചിത്രമില്ലേ, ഒരു മൈലാഞ്ചി ഒക്കെ ഇട്ടുള്ള പോലത്തെ ഒരു നല്ലൊരു ചിത്രം. അത് കണ്ടപ്പോ എനിക്കിങ്ങനെ ഉള്ളിന്ന് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വഴി തന്നെ തെരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതേ സംഭവം ഞാൻ ചെറുതായിട്ട് വരയ്ക്കും, മനസ്സിലായോ? ഞാൻ ചെറുതായിട്ട് വരച്ചിട്ട് അവൾക്ക് കൊടുത്ത്. അപ്പൊ അവള് മറ്റേ പോയപ്പോ ഞാൻ വിചാരിച്ച് നമ്മളിങ്ങനെ രാത്രി എന്നിട്ട് ഇങ്ങനെ ആലോചിക്കത്തില്ലേ എന്തായിരിക്കും അവളുടെ റെസ്പോണ്ട് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം അവള് അതേ ബുക്ക് തന്നപ്പോ അതില് വേറൊരു ചിത്രം.
അത് തൊട്ടപ്പുറത്തെ പേജിൽ വേറൊരു ചിത്രം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഒരു 2-3 ദിവസം നമ്മൾ അങ്ങനെ ബുക്ക് കൈമാറിയപ്പോ 3-4 ചിത്രങ്ങളൊക്കെ വന്നിങ്ങനെ. അങ്ങനെ ലാസ്റ്റത്തെ ചിത്രത്തിന് പകരം ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് എഴുതിയതിൽ എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ രീതിയിൽ നിനക്ക് ഇതിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ച് തിരിച്ച് റെസ്പോൺസ് നല്ല ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്ത്. പിന്നീട് നടന്നത് ഭയങ്കര. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഞാനിങ്ങനെ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. അവള് ബുക്ക് എനിക്ക് കൊണ്ടു തന്ന് ഞാൻ ബുക്ക് തുറന്നു നോക്കണ സമയത്ത് ബുക്കിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അവൾക്ക് അവളുടെ ഉപ്പേനെ വിഷമിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവളെ അങ്ങനെ അവരെ വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യത്തുമില്ല. അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അപ്പൊ എന്റെ മനസ്സ് മൊത്തം ഡിപ്രഷനായി മൊത്തത്തിൽ. എന്നിട്ട് പിന്നെ കുറേ ദിവസം അവളെ അങ്ങനെ നോക്കൊന്നും ചെയ്തില്ല. ക്ലാസ് ഇരുന്നിട്ട് ഞാനിങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് കരയും. എന്നിട്ട് പക്ഷെ ആരും അറിയത്തൊന്നുമില്ല. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ അവളെന്നെ വന്നിട്ട് എന്നോട് വന്നിട്ട് സംസാരിച്ച് നമുക്ക് പഴയ പോലെ തന്നെ ഒരു ഫ്രണ്ട്സ് പോലെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലും നമുക്ക് പണ്ടത്തെ ഒരു നമ്മൾ ഇഷ്ടം തോന്നിയ ആളോട് ചിലപ്പോ നമുക്ക് അങ്ങനെ രീതിയിൽ തോന്നത്തില്ലല്ലോ. അങ്ങനെ അത് പോയി. ഇതാണ് എന്റെ സ്റ്റോറി. ഇതല്ലേ വേറെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അണ്ണ. എന്താ? ഉപ്പാനെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ കൊച്ച് 3 ആഴ്ച കഴിഞ്ഞപ്പോ വേറൊരു ചെക്കന്റെ പൊളിച്ചു കൊടുത്തു. ഭയങ്കര ഫീലായി വന്നതാണ്. കണ്ണീന്ന് വെള്ളം വന്നിട്ട് അത് തന്തയ്ക്ക് വിളിച്ച് തിരിച്ചു കയറിപ്പോയി. എന്ത് കളിയത്? ഇതിനായിരുന്നു ഇത്രയും ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പറഞ്ഞത്. എനിക്ക് ഇമോഷണൽ അല്ലേ? ഒളിച്ചോടിപ്പോയത് എന്റെ അല്ലല്ലോ. ഒളിച്ചോടിപ്പോയത് എന്റെ അതല്ലല്ലോ. എനിക്ക് ഇമോഷണൽ. ഡിസ്കമ്പിയൊക്കെ മത്താരെ, നിന്നെ കണ്ടറിയാം നിനക്കൊരു കഥ പറയാനുള്ളത്. കഥ പറഞ്ഞ കാര്യം ഇല്ലടാ ഇല്ല, പറ 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 പറ. ആദ്യം തൊട്ടുള്ള കഥ പറയണമെന്ന്. എന്റെ കഥയൊക്കെ ട്രാജഡി മാത്രമേ ഉള്ളതാണ്. എന്തായാലും അതോടെ കേട്ടിട്ട് ഉറങ്ങാം നമുക്ക്. ഈ ചന്ദ്രു അലീനയുടെ ലവ് സ്റ്റോറി എങ്ങനെ അടിപൊളിയാത്. അയ്യോ, അത് കേട്ട് അടുത്ത് ചന്ദ്രൻ അലീന ഇല്ലല്ലോ ഇവിടെ. അവരുണ്ടല്ലാതെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പോയാ എന്തായാലും പറ. അതിപ്പോ പണ്ട് എനിക്കൊരു കൊച്ചുണ്ടായിരുന്നു അണ്ണാ. ലൈക്ക് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടോട്. AFK നോക്കണേ എല്ലാരും, ഒന്ന് എണ്ണീറ്റിട്ടിരുന്നു. ചെയ്യുന്നുണ്ട്. അതീ പറഞ്ഞോ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഗെയിം കളിക്കും ചുമ്മാ. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു കൊച്ചിനെ പരിചയപ്പെട്ടു. ആ കൊച്ചപ്പ എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നി ഒരു ടൈം ആയപ്പോ. മനസ്സിലായോ? ലൈക്ക് അവരെല്ലാം പോയി കഴിഞ്ഞാൽ ഈ കൊച്ചു മാത്രം എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കൊച്ചാണ് വേറെ സ്ഥലത്ത്, ഞാനാണ് വേറെ സ്ഥലത്ത്, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാനൊരു ദിവസം ഇഷ്ടമെന്ന് പറഞ്ഞ് ആട്ടി തുമ്പി വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ
എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം ആ കൊച്ചിന് ഇങ്ങനെ തോന്നി, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല പിന്നെ കണ്ടത്, പക്ഷെ ആ കൊച്ചിന് എന്നോട് തോന്നി. ആ കൊച്ചു പറഞ്ഞു. അങ്ങനെ നമ്മള് സത്യം സെറ്റായി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, കാരണം അവൾ കാണാൻ പറ്റില്ലല്ലോ. ആള് വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്ത്, അങ്ങനെയായിരുന്നു. അങ്ങനെ നിന്നോണ്ടിരുന്നപ്പോ ഞാൻ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജോലിയൊക്കെ കളഞ്ഞ് ഈ കൊച്ചുള്ള സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ലൈക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാ. ലൈക്ക് ഒരു 18 മണിക്കൂറൊക്കെ ജോലി, 6 മണിക്കൂർ ഉറക്കം. ഈ 6 മണിക്കൂർ ഉറക്കുന്നതിൽ 1 മണിക്കൂർ ഇവിടെ ഒടുങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ലൈക്ക് ഇപ്പം ഒരു സോഫ് കിട്ടുമ്പോ കൊച്ചിനൊക്കെ പോയി കാണും. അന്നേരം കിടിലായിരുന്നു സത്യം പറയാല്ലേ. അതായത് എന്റെ ലൈഫ് ഏറ്റവും കിടില് ഇത്. പിന്നെ ലൈക്ക് ഒരു സമയം കഴിഞ്ഞപ്പോ കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് എല്ലാരും വീടിന്റെ അകത്തായില്ലേ. അപ്പൊ പിന്നെ ഞാൻ വീട്ടിലോട്ട് മാറി. ഞാൻ ഇങ്ങനെ വേറെ സ്ഥലത്തേക്കൊക്കെ പോവാ ഇങ്ങനെ നിന്നു. ലൈക്ക് എന്റെ വീട്ടുകാരെ അറിഞ്ഞ്, ആ കൊച്ചിന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഡിസ്റ്റൻസ് വന്നപ്പം എനിക്ക് അറിഞ്ഞോ, ലൈക്ക് അവക്ക് ലൈക്ക് അവൾ പഠിക്കുന്ന സ്ഥലത്തൊന്നും അവർക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും. അങ്ങനെ ഞാൻ തന്നെ അവളോട് പറഞ്ഞു, ലൈക്ക് എല്ലാവരുമായിട്ട് കമ്പനി ആയി നടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ. ഒരു ദിവസം രാത്രി എനിക്കൊരു ഫോണ് വന്നു, ഒരു പയ്യനായിരുന്നു. എന്നിട്ട് ആ പയ്യൻ പറഞ്ഞ്, മന്ദാരനി ആ കൊച്ചിന്റെ പുറകെ നടക്കരുത്, ആ കൊച്ചിന് താല്പര്യമില്ല. അതാരെ വിളിച്ചേ? ഉള്ളൊരു ഫ്രണ്ടാ, എനിക്ക് അറിഞ്ഞൂടാ. അവൻ എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. താല്പര്യമില്ല എന്ന് പറഞ്ഞാ. ഞാൻ എന്താ പറയാ, ഞാൻ പിന്നെ കൊറേ ചോദിച്ചു എന്താ റീസൺ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്കിപ്പോഴും വിഷമം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അതിന്റെ റീസൺ അറിഞ്ഞൂടാണ്. ഞാൻ എന്താ ചെയ്തത്, എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞു. ആ ഒരു വിഷമമില്ല അണ്ണാ, അതാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് എന്താ റീസൺ എന്ന് പോലും അറിഞ്ഞൂടാ. ആ റീസൺ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഇത് എന്തെങ്കിലും തിരുത്താനെങ്കിലും പറ്റൂലാണ്. അതെന്താന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിഞ്ഞതാണ്. ഞാൻ എന്താ ചെയ്തത്, എന്തെങ്കിലും മോശം ചെയ്തത് എനിക്ക് അറിഞ്ഞൂടാ. അതും അവള് പോലും അല്ല പറഞ്ഞു, വേറൊരാൾ വിളിച്ചിട്ട് പറയും. ഞാൻ ലിറ്ററലി അവന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു. എനിക്ക് അറിയാത്ത ആളാണ്. ഓസിസി ഇവിടെ പറഞ്ഞു, ഇവിടെ ഓസിസി ആണെന്ന് പറഞ്ഞില്ലല്ലോ ബ്രോ. ഇത് അവന്റെ സിറ്റിയിലെ കഥയാണെങ്കിലോ? കരഞ്ഞു. ഓസി ആണെന്ന് ബ്രോ എടുത്ത് പറഞ്ഞില്ലല്ലോ. ഇത് അവന്റെ സിറ്റിയിലെ കഥയാണ്. പോയി ഞാൻ പിന്നെ ഞാൻ അകത്ത് പോയില്ല. നീ അവളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും ട്രൈ ചെയ്തില്ല? ഇല്ല, ഞാനൊരു പട്ടീനെ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ ഇടയ്ക്ക് അയച്ചു തരായിരുന്നു. പിന്നെ ഞാൻ ഒന്നും പോയില്ല. കാര്യമൊന്നുമില്ല. നാരദൻ എന്തെങ്കിലും പറയണ്ടോ? അനക്കാ ആരതും പറഞ്ഞപ്പോ പെണ്ണൊരുത്തി മോബിക്ക് പറയാനുണ്ടോ? ഇങ്ങനെ സങ്കടമൊന്നും ഇല്ല. അതുകൊണ്ട് മോബി പറയടാ. മൂവി പറയടാ. ഓ വേറെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ജോബിനൊക്കെ കയറിയ സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് റിലേഷൻ എല്ലാം ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു സമയം. അതായത് ജോബിനൊക്കെ ഫസ്റ്റ് ടൈം കയറി ഒരു 3-4 മാസത്തിന് ശേഷം ഒരു കൊച്ചിനെ കണ്ട് ക്രഷ് അടിച്ചു. പക്ഷേ എനിക്കത് അങ്ങോട്ട് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറയത്തില്ലായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ തന്നെ വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പം
ആ കൊച്ചിന് ഇങ്ങോട്ട് തോന്നി ആ കൊച്ചിന്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി വന്ന് അപ്പം ഞങ്ങള് സംസാരിച്ചു തുടങ്ങിയപ്പം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കമ്മിറ്റഡ് ഒക്കെ ആയി, റിലേഷൻ തുടങ്ങി. അപ്പം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൈക്ക് ഇതിലൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്. അവർക്ക് എന്നെക്കാട്ടും 2 വയസ്സ് മൂപ്പുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ അവളുടെ വീട്ടിലല്ലേ, ലൈക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വരും ഇങ്ങനെ അവരുടെ വീട്ടുകാര് കല്യാണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ എനിക്ക് അറിയായിരുന്നു. ലൈക്ക് അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അങ്ങനെ റിലേഷൻ ആയി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇങ്ങനെ കല്യാണം ആലോചന ഇതൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ അവളൊക്കെ അത് ചില്ലായിട്ട് എടുത്ത് തന്നെ അവളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുമായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നാളിങ്ങനെ പോയി ഒരുമിച്ച്. പിന്നെ ഒരു സമയം എത്തി എനിക്ക് ജോബ് വിട്ട് ഹയർ സ്റ്റഡീസ് കാരണം അങ്ങനെ ഒരു അവസരം വന്ന് അതിനു വേണ്ടി വന്നപ്പം അറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസ് വന്നപ്പോൾ ഉള്ളതാണോന്ന് അറിയില്ല, സംസാരമൊക്കെ കുറഞ്ഞു, ആൾക്ക് ഇൻട്രസ്റ്റ് പോയി. പെട്ടെന്ന് ഒന്നും മര്യാദക്ക് സംസാരിച്ചില്ല എൻ്റെ അടുത്ത്. അതായത് റീസൺ പോലും മര്യാദക്ക് പറഞ്ഞില്ല. ഞാൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമുക്ക് റിലേഷൻ നടത്താം, പോവില്ല മുമ്പോട്ട് എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്കൊക്കെ ചെയ്ത് പോയി. പിന്നെ ഞാന് ശരിക്കും പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയെ. അപ്പം അവള് അതൊന്നും ഒരു ഇതാക്കി എടുക്കാതെ ലൈക്ക് പോയി, ബ്ലോക്കാക്കി പോയി. എനിക്ക് സംസാരിക്കാൻ തോന്നി, ഭയങ്കര സംസാരിക്കാനായിരുന്നു. ഞാൻ ഒരു 3-4 മാസമായിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ലൈക്ക് ഞാൻ ബ്ലോക്കാക്കി പോയിട്ടും എനിക്ക് പുള്ളിയുടെ അടുത്ത് സംസാരിക്കണം, അവളുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ എന്തോ വലിയ റീസൺ അറിയണം. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ ഫോണിൽ നിന്ന് അല്ലാതെ വീട്ടുകാരുടെ ഫോണിൽ നിന്നൊക്കെ ഞാൻ കോള് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി നോക്കി, റീസൺ അറിയാൻ വേണ്ടി നോക്കി. അപ്പം ആള് പറയുന്ന റീസൺ ഇതാണ്, ലൈക്ക് വീട്ടില് കല്യാണത്തിന് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അറിയത്തില്ല ഇത് എത്രത്തോളം, ലൈക്ക് അവൾക്ക് അത്രയ്ക്കും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത്, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവളെ വീട്ടില് ഒരു എന്റെ കാര്യം പറഞ്ഞു നോക്കിയേനെ. അതുപോലും ചെയ്തില്ല. ഒരു ചെറിയ എഫേർട്ട് പോലും അവള് ഇട്ടില്ല അവളുടെ സൈഡിൽ നിന്ന്. ഇതായിരുന്നു എന്റെ കഥ. പിന്നെ അതങ്ങനെ പോയി, മനസ്സിന്നും എല്ലാത്തിന്നും മാറ്റേണ്ടി വന്നു. പോട്ടറാ, നിനക്ക് സെറ്റാവുന്ന ഒരാള് നിന്റെ ലൈഫിൽ വരും ഒരു ടൈം ആവുമ്പോ, മനസ്സിലായ? ഇത് എല്ലാ ജീവിതത്തിൽ സ്മൂത്തായിട്ട് പോയ രസം ഉണ്ടാവില്ലടാ. സത്യോ? ഫസ്റ്റത്തെ പ്രണയം സക്സസ് ആവാൻ പാടില്ല. ലൈഫ് ഈസ് ലൈക്ക് എൻ ECG. അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ. സ്റ്റേബിൾ ആയ ചത്തുപോയി എന്നർത്ഥം. അവിടെ மேல ஒரு பைத்தியம் மேல இருக்கு பாத்தியா? உண்ட ரைட் டாப்ல പൈത്യം എവിടെ? பாரு மேல 6 മാസം ഇങ്ങനെ തന്നെ കാണും. നമ്മൾ ആമ്പിള്ളേരുടെ എല്ലാം ചോദിച്ചു, ഇവിടെ സ്റ്റോറി പറയാൻ താല്പര്യമുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? പെൺകുട്ടികളുണ്ടോ? അതെ, പാത്ത് പറയൂ. പേര് പറയണ്ട, ലൈക്ക് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ. എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല ഇതുവരെ. ജൂഡിന്റെയും മിയയുടെ കഥ പറ. അതെ, ഇല്ല അയ്യോ നടന്ന കാര്യം പറയട്ടെ. എനിക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പേ ഇവളാണ്. കണ്ടിന്യൂ ആയി പോകുന്നു. എനിക്ക് മുമ്പ് റിലേഷൻഷിപ്പ് ഇല്ല. അതിന്റെ ഇടയ്ക്കൂടെ മുതലെടുത്തല്ലേ നീ അതൊക്കെ?
നീ ഫ്രഷ് ആണെന്ന് തെളിയിച്ചല്ലേ നീ അതിന്റെ ഇടയ്ക്ക് കൂടെ സ്നൈപ്പിനൊന്നും പറയാനില്ല. ഇല്ല ഇല്ല ആ സ്നൈപ്പിന്റെ ഒരു കഥയുണ്ട്, ഗോകുൽ എന്തെങ്കിലും പറയണ്ടോ? ഗോകുലത് സിക്പയാണ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഡേസി അതെന്താ കാട്ടിൽ പോയിരിക്കുന്നേ? എന്തൊക്കെ പറയുന്നു? മന്ദാരത്തിന്റെ കേൾക്കാൻ വേണ്ടി വന്നിരുന്നാണ്. ആ അത് പറയുമ്പോ മന്ദാരം പറയുമ്പോ കുരുവിയും ഡേസി അങ്ങോട്ട് കയറിയിരുന്നു. കോച്ചിന് എന്തെങ്കിലും പറയട്ടോ? പറയാനേ ഉള്ളൂ. കോച്ച് പറഞ്ഞ ഡിവോഴ്സ് ആണ്. മുച്ചിരിക്ക് പറയാനില്ലേ? മുച്ചിരിക്ക് ഞാൻ ചെറിയ കിടാവുറായിരുന്നു. താഴെ ശരി എപ്പ നോക്കിയാലും കൊമ്പത്താ. പൂക്കിയാവാൻ പൂക്കി. എല്ലാവരും 30 ദിവസത്തേക്ക് ഗ്യാങ്ങിലുണ്ടോ? 30 ദിവസത്തേക്ക് ആക്സസ്. മുച്ചിരിയുടെ ഫീമെയിൽ വേർഷൻ தான் കുരുവി. സെയിം ആയിട്ട് സംസാരിക്കും. കുരുവിക്ക് സിറ്റിയില് പ്രേമൊന്നും ഇല്ലായിരുന്നോ? ഓ 1.5 മാസം. നല്ലൊരു പ്രപ്പോസൽ അല്ലേ വന്നത്? നല്ലൊരു തമ്പി. തമ്പിയായിട്ട് പ്രണയമൊന്നും ഇല്ലായിരുന്നു. പ്രണയം ഉണ്ടാവാത്ത എവിടെയൊന്നും നിൽക്കണുണ്ടോ? ഫുള്ളുണ്ട്. ആദ്യം ഇങ്ങനെ പ്രപ്പോസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ കുട്ടി വേറെ അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാരെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്തായാലും ഉണ്ടാവും. അതോടെ ഇടയ്ക്കൂടെ മാല വരികയായിരുന്നു. എലിയുടെ സ്റ്റോറി പറ, ഉള്ള മൂട് കാണാനാ. ഇപ്പൊ തുടങ്ങിയിട്ട ഇതാരാണ് ഇവിടെ ലെഫ്റ്റില് തൊപ്പിയൊക്കെ ഇട്ടിരിക്കണേ? അതാരെ? ഞാൻ വെച്ച അതാണ് മുച്ചിരിന്ന്. മുച്ചിരി ഉണ്ട് റൈറ്റ് ടോപ്പിലെ പാரு. ഇത് അപ്പാപ്പ, ഇത് അപ്പാപ്പന്റെ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പൊ വേണത് മുടി വേറെ. അപ്പക്കുട്ടനത് മാസ്ക് TV സ്റ്റോറി കൊറേ വട്ടം പറഞ്ഞല്ലേ ബ്രോ, ഇപ്പൊ പറഞ്ഞ പേര് മാറ്റി വന്നേക്കാം. അല്ല അവന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഹലോ ബ്രോ. 770 സ്റ്റോറി. ആ അതൊക്കെ സിനിമാറ്റിക്സിൽ മറ്റേ ഇതില് കണ്ടാ മതി. ഷവടെക്സിന്റെ സിനിമാറ്റിക്സിൽ വരുന്നത് സ്റ്റോറി പറയാൻ പറ്റിയ സമയം. കരടി സാബു ആയിട്ട്. അപ്പൊ നിങ്ങളുടെ രാത്രികാല പ്രണയം നടക്കട്ടെ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കട്ടറും പാവുന്നില്ല. നിങ്ങൾക്കൊരു കട്ടറുമ്പല്ലല്ലോ, നിങ്ങൾ ഓൾറെഡി സിംഗിൾ അല്ലേ? നിങ്ങൾ എന്റെ കൂടെ വാ. അതെ ഞങ്ങളെ